ഹലോ എവരി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇന്ത്യൻ ആർമി ഓർഡിനൻസ് കോർപ്പ് 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളത് പ്ലസ് ട്രേഡ് റിലേറ്റഡ് എന്തെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു സെക്ഷനാണ് ഏതിൽ വരുന്നത്, നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ ആർമി ഓർഡിനൻസ് കോർപ്പിൽ വരുന്നത്. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് റിലേറ്റഡ്, റിപ്പയറിങ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഏതിൽ വരുന്നത്, ഈ ഒരു ഓർഡിനൻസ് കോർപ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള ഡിഫൻസ് സിവിലിയൻ പോസ്റ്റുകളിലേക്കുള്ള ഡിഫൻസ് സിവിലിയൻ പോസ്റ്റിലേക്കുള്ള ഡിഫറെൻറ്റ് യൂണിറ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 723 വാക്കൻസീസ് ഇപ്പം ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. 723 വാക്കൻസീസ് ക്ഷണിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ബോർഡ് എന്ന് പറയുന്നത് സെൻട്രൽ റിക്രൂട്ട്മെന്റ് സെല്ലാണ് കേട്ടോ. സെൻട്രൽ റിക്രൂട്ട്മെന്റ് സെല്ലാണ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യൻ ആർമി ഓർഡിനൻസിന്റെ കോർപ്പായിട്ടുള്ള ഓർഡിനൻസ് കോർപ്പിന്റെ സെന്റർ ആയിട്ടുള്ള സെക്കന്ദരാബാദിലാണ് കേട്ടോ. സെക്കന്ദരാബാദിലാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് ഉൾപ്പെടെ ഇപ്പോൾ എക്സാം ക്വാളിഫൈ ആവണമെങ്കിൽ എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് എല്ലാം നടക്കുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന സെക്കന്ദരാബാദിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ മൊത്തവും നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണ്, ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കേട്ടോ. അപ്പോൾ അൺമാരീഡ് ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ അൺമാരീഡ് ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2 ഡിസംബർ. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഡിസംബർ 2 നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. എൻഡിങ് ഡേറ്റ് എന്ന് പറയുന്നത് 22 ഡിസംബറിനാണ്. ഡിസംബർ 22 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. എക്സാം ഡേറ്റ് ഇനി അനൗൺസ് ചെയ്യുകയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വർഷത്തേക്കായിരിക്കും എന്തായാലും എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 2 തൊട്ട് 22 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പല ഫീൽഡിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കുറേ കാറ്റഗറീസിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം നോട്ടിഫിക്കേഷൻ വാക്കൻസി ഒക്കെ വിളിച്ചത് ഓരോ കാറ്റഗറിയിലാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതിന് ഓരോരുത്തരുടെ റിസർവേഷൻ എഴുതിയിട്ടുണ്ട്. UR കാറ്റഗറിക്ക് 10 വാക്കൻസി, OBCക്ക് 5 വാക്കൻസി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓരോ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ വാക്കൻസി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട്. അതിലും UR കാറ്റഗറിക്ക് 16, OBCക്ക് 7 അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ പോസ്റ്റുകൾ എല്ലാം എഴുതിയിട്ടുമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പേ സ്കെയിൽ നിങ്ങൾക്ക് കാണാം. ലെവൽ 5 ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ അസിസ്റ്റന്റിന് കേട്ടോ. ലെവൽ 5 എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷത്തിൽ അടുപ്പിച്ച് നിങ്ങൾക്ക് സാലറി വരുന്ന പാക്കേജാണ്. 30,000 ആണ് മിനിമം വരുന്ന പാക്കേജ് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം ഈ ലെവൽ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാലറി പാക്കേജും കുറച്ച് ഇതായിട്ട് വരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലാണെങ്കിൽ സാലറി ഒരു സീനിയർ ആയിരിക്കത്തില്ല. കാരണം നിങ്ങൾക്കറിയാം അലവൻസ് പോലെയുള്ള പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സാലറി തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നുള്ള കാര്യം ആലോചിക്കുക. ഇപ്പോൾ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ലെവൽ 2 ആണെങ്കിലും 20,000 തുടങ്ങിയിട്ട് 63,000 വരെ കിട്ടുന്ന ഒരു സാലറി പാക്കേജിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ആ ഒരു താല്പര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റിന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ സിവിൽ മോട്ടോർ ഡ്രൈവർ എന്ന് വലിയ പോസ്റ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, വലിയ വാക്കൻസി വന്നിട്ടില്ല. ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അത്യാവശ്യം വാക്കൻസി 14 വാക്കൻസീസ് അതിന് തന്നെ വിളിച്ചിട്ടുണ്ട്. ഫയർമാൻ വാക്കൻസി അത്യാവശ്യം വിളിച്ചിട്ടുണ്ട്. ഫയർമാൻ്റെ വാക്കൻസി അതിൽ 102 വാക്കൻസി URന് തന്നെ ഉണ്ട്. OBCക്ക് 66, EWSന് 24 വാക്കൻസി ഉണ്ട്, SCക്ക് 37 വാക്കൻസി ഉണ്ട്. അങ്ങനെ ടോട്ടലി 247 വാക്കൻസി ഫയർമാനിന് തന്നെ വിളിച്ചിട്ടുണ്ട്. ഫയർമാൻ വരുന്നത് ലെവൽ 2 പോസ്റ്റിംഗ് ആണ്. ഏകദേശം 63,000 രൂപ, 50,000 മുകളിൽ സാലറി കിട്ടുന്ന ഒരു ജോബാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ എന്താണ് കാർപ്പൻ്റർ ജോയിനർ എന്ന് പറഞ്ഞാൽ കാർപ്പൻ്റർ ജോയിനിങ് എന്നുള്ള ട്രേഡ് പഠിച്ചിട്ടുള്ളവർക്ക് UR കാറ്റഗറിയിൽ 5 വാക്കൻസി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പെയിന്റർ ഡെക്കറേറ്ററിന് 4 വാക്കൻസി. കാരണം ഇതെല്ലാം മെയിൻ്റനൻസ് ആയിട്ടുള്ള റിപ്പയറിംഗ് വർക്ക്സ് ആയതുകൊണ്ടാണ് അതിനൊക്കെ ഉള്ള വാക്കൻസീസാണ് അവർ വിളിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത MTS മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ്. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് 7 വാക്കൻസി UR കാറ്റഗറിക്കുണ്ട്. ഇനി പിന്നെ വിളിച്ചിട്ടുള്ള ഒരു മെയിൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ്സ്മാൻ മാറ്റാണ്. ട്രേഡ്സ്മാൻ ഏറ്റവും കൂടുതൽ വേക്കൻസി വിളിച്ചിട്ടുള്ള ഒന്ന് ഫയർമാനും രണ്ടാമത്തെ ട്രേഡ്സ്മാനുമാണ്. ട്രേഡ്സ്മാനിന് വരുന്നത് 159 വാക്കൻസി UR കാറ്റഗറിക്ക് തന്നെ ഉണ്ട്. 159 വാക്കൻസി UR കാറ്റഗറിക്ക്. OBCക്ക് 105 ഉണ്ട്. നമ്മുടെ SCക്ക് ആണെങ്കിൽ 58,
EWSനാണെങ്കിൽ 38, അങ്ങനെ വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളുക. 11-1 പേയ്മെൻ്റ് ഒക്കെയാണ് പറയുന്നതെങ്കിലും അത്യാവശ്യം നല്ല സാലറി പാക്കേജ് തന്നെ ഇതിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വാക്കൻസീസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളുക. വാക്കൻസി മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത് വരുന്ന റീജിയൻ എവിടേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ്. 2 വർഷമാണ് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് വരുന്നത്. ആ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ആവും. അപ്പോൾ പോസ്റ്റിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന പ്ലേസസ് ആണ് ഈ പറയുന്നത് കേട്ടോ. അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. സദേണിൽ വരുന്നത് ഒന്ന് നമ്മുടെ മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാടു റീജിയൻ ആണ്. കേരളയിലൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പോസ്റ്റിംഗ് വരുന്നില്ല. നമുക്ക് വരുന്നത് സദേൺ റീജിയൻ എടുക്കുമ്പോൾ തന്നെ മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാടു ആണ്. ഇനി സൗത്ത് വെസ്റ്റേൺ ആയിട്ട് വരുന്നെങ്കിൽ രാജസ്ഥാൻ, ഗുജറാത്ത് ഉണ്ട്. ഇനി സെൻട്രലിലൊക്കെ ആണെങ്കിൽ ഏകദേശം മധ്യപ്രദേശ്, ഡൽഹി, പഞ്ചാബ് അങ്ങനത്തെയൊക്കെ ഏരിയയിലാണ്. അങ്ങോട്ടൊന്നും നമ്മൾ മാക്സിമം നോക്കാതിരിക്കുക. സദേൺ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അവിടെ ട്രേഡ്സ്മാനിന് 40 വാക്കൻസിയും ഫയർമാനിന് 47 വാക്കൻസിയാണ് ഉള്ളത് കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കൻസി നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളുടെ വാക്കൻസീസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമ്മുടെ ഓരോന്നിൻ്റെയും കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് ലിമിറ്റും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ശ്രദ്ധിക്കുക. മെറ്റീരിയൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ 18 to 27 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ മെറ്റീരിയൽ അസിസ്റ്റൻ്റ് കൊടുക്കുകയാണെങ്കിൽ സദേൺ റീജിയനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, വാക്കൻസി വിളിച്ചിട്ടില്ല. അപ്പോൾ വാക്കൻസി വിളിക്കാത്ത ഒരു സാധനത്തിന് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വരുന്നത് 18 to 27 ഇയേഴ്സും ആണ്. ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റോ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യമാണ്. BTech ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അവാർഡ് ബൈ ഇഗ്നൂവിൽ പഠിച്ചവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു കണ്ടീഷൻ കൃത്യമായിട്ട് വായിക്കുക കേട്ടോ. നിങ്ങൾ കൃത്യമായി വായിക്കുക. 18 to 27 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC STക്ക് ആണെങ്കിൽ 5 വർഷത്തിൻ്റെ ലിമിറ്റേഷനും OBCക്ക് ആണെങ്കിൽ പിന്നെ എന്തുണ്ട്, ഒരു റിലാക്സേഷൻ 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. അതെപ്പോഴും കാണും. പക്ഷെ നിങ്ങൾ അറിയുക, അൺമാരീഡ് ആയിരിക്കുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഏജ് കൂടി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അടുത്ത ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 18 to 25 ഇയേഴ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിനെന്ത് മതി, 12ാം ക്ലാസ് പാസ്സായവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ടൈപ്പിംഗ് സ്പീഡും കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ആ ഒരു ടൈപ്പിംഗ് സ്പീഡ് ഉണ്ട്. അതിന് നിങ്ങൾ ടൈപ്പിംഗ് ക്ലാസ്സിലൊക്കെ പോയവർക്കായിരിക്കും കൂടുതലും കൂടെ ഈസി എന്ന് പറയുന്നത്. ഇനി അടുത്ത് സിവിൽ മോട്ടോർ ഡ്രൈവർ, അതിനും വാക്കൻസി ഒന്നും ഇല്ല. 18 to 27 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടത് മെട്രിക്കുലേഷൻ പാസ്സാണ്. 10ാം ക്ലാസ്സും 10ന്റെ യോഗ്യതയും പ്ലസ് സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് ഹെവി വെഹിക്കിൾസിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും വേണം. 2 വർഷം നിങ്ങൾക്ക് ഓടിച്ചിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2 ആണെങ്കിൽ 18 to 25 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10+2 വിത്ത് ഇംഗ്ലീഷ് ആസ് കമ്പൽസറി സബ്ജക്റ്റ്. ടെലി ഓപ്പറേറ്റർ ആവുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഇംഗ്ലീഷിൽ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. 10+2 ഉൾപ്പെടെയുള്ള ക്ലാസ്സസിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചവരായിരിക്കണം. പ്രൊഫിഷ്യൻസി ഇൻ ഹാൻഡ്ലിംഗ് PBX ബോർഡും പിന്നെ എന്താണ്, ഫ്ലുവൻസി ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് നന്നായിട്ട് പറയാൻ അറിയുന്നവർക്ക് മാത്രമേ ഈ ഒരു വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പോസ്റ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫയർമാൻ ആണെങ്കിൽ നോക്കിയേ, 18 to 20 അത്യാവശ്യം വാക്കൻസി വിളിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് ഫയർമാൻ. 18 to 25 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എന്ത് മതി, നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ പാസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് മാത്രമേ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി ഫയർമാന് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ട്രെയിനിങ് തന്ന് അതെല്ലാം എന്ത് ചെയ്യും, അവരെല്ലാം പഠിപ്പിച്ച് തരും. അതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത കാർപ്പൻ്റർ ആൻഡ് ജോയിനർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, 18 to 25 വയസ്സും ആയിരിക്കണം. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായവരായാൽ മതി. പിന്നെ എന്ത് വേണം, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ITയിൽ 3 വർഷത്തിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. സർട്ടിഫൈ ഇൻ ദ ട്രേഡ് ഫോം ഓഫ് എ റിക്കഗ്നൈസ്ഡ് IT ഓഫ് 3 ഇയേഴ്സ്. 3 വർഷത്തിന്റെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നാൽ മതി കേട്ടോ. ആ കാര്യമാണ് പറയുന്നത്. ഇനി പെയിന്ററും ഡെക്കറേറ്റർ ആവണമെങ്കിലും 18 to 25 വയസ്സ് തന്നെയാണ്. എന്താണ് എസെൻഷ്യൽ, 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് പ്ലസ് ITI. 10ാം ക്ലാസ് പ്ലസ് ITI ആണ് പെയിന്റർ ഡെക്കറേറ്ററിനും കാർപ്പൻ്റർ ജോയിനറിനും ഉള്ളത്. ഇനി MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനാണെങ്കിൽ 18 to 25 വയസ്സ് വരെ തന്നെയാണ്. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ കോൺവേഴ്സൻറ്റ് വിത്ത് ദ ഡ്യൂട്ടീസ് ഓഫ് ദ റെസ്പെക്റ്റഡ് ട്രേഡ്സ് വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ട്രേഡ്. ഏതാണോ നിങ്ങൾ അഥവാ അതിനുശേഷം എന്തെങ്കിലും എന്താണ് ഡ്യൂട്ടീസ് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ഓഫീസ് വർക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈറബിൾ എന്ന് പറഞ്ഞിരിക്കണേ ഉള്ളൂ. എസെൻഷ്യൽ എന്താണ്, മെട്രിക്കുലേഷൻ പാസ്സായാൽ മതി കേട്ടോ. ഇനി അടുത്ത ട്രേഡ്സ്മാൻ മാറ്റ് ആണെങ്കിൽ എന്താണ്, അതിനും അത്യാവശ്യം വാക്കൻസി വിളിച്ചിട്ടുണ്ട്. 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പ്ലസ് എനി ട്രേഡ് ഫ്രം എനി ITI. എനി ട്രേഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ട്രേഡ്സ്മാൻ മാറ്റ് ITI പഠിച്ച ആർക്ക് വേണോ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും ITI മാത്രം മതി കേട്ടോ. 10ാം ക്ലാസ്സും ITI മാത്രം മതി.
ഓക്കെ, മറ്റേതിൽ എന്താണ് 1 ഇയർ എന്തെങ്കിലും ഒരു ട്രേഡ് പഠിച്ച, ഒരു വർഷമെങ്കിലും ഏതെങ്കിലും ഒരു ട്രേഡ് ഉള്ളവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം, എന്തെങ്കിലും ഡിപ്ലോമ എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫയർമാൻ അതൊക്കെ നിങ്ങൾ കൃത്യമായി നോക്കുക. പിന്നെ സ്റ്റേജ് 1 ക്വാളിഫയിങ് അത് മനസ്സിലാക്കേണ്ടത് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്, ഫൈനൽ ആയിട്ടുള്ള സെലക്ഷൻ ആണ്. റിട്ടണും ഫിസിക്കലും ആണ് ഉള്ളത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തത് എങ്ങനെയായിരിക്കും, ചിലതിൽ ഫിസിക്കൽ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്, ചിലതിൽ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത് കേട്ടോ. റിട്ടൺ എപ്പോഴും രണ്ടാമത്തെ സ്റ്റേജാണ്, രണ്ടാമത്തെ സ്റ്റേജാണ് റിട്ടൺ എക്സാമിനേഷൻ. നിങ്ങൾ പാസ്സായാൽ മാത്രമേ, ഫസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. ഇനി ട്രേഡ്സ്മാൻ മാറ്റ് ആണെങ്കിൽ കണ്ടോ, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. സ്റ്റേജ് 1 ക്വാളിഫയിങ്ങിൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. 1.5 കിലോമീറ്റർ ഇനി 6 മിനിറ്റ് നിങ്ങൾ ഓടണം. 1.5 കിലോമീറ്റർ 6 മിനിറ്റിൽ ഓടണം. ക്യാരിങ് എ വെയിറ്റ് 50 kg ടു എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ഇൻ 100 സെക്കൻഡ്. അതാണ് പറയുന്നത്. ഫിസിക്കൽ കൂടെ ഉള്ളവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊരു ചാൻസ് ആണ് ശരിക്കും. ഫിസിക്കൽ അത്യാവശ്യം സെറ്റായിട്ടുള്ളവരാണെങ്കിൽ ഇതിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാൻസ് ആണ്. ഫിസിക്കലിൽ ഒരുപാട് പേര് എന്ത് ചെയ്യും, എലിമിനേറ്റ് ആയി പോകുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷന് വേണ്ടി പിന്നെ ആയാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രേഡ്സ്മാൻ മാറ്റിന് കൊടുക്കുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. 1.5 കിലോമീറ്റർ റൺ 6 മിനിറ്റ്സും ക്യാരിങ് എ വെയിറ്റ് 50 kg ടു 200 മീറ്റർ ഇൻ 100 സെക്കൻഡ്. ഇത് രണ്ടുമാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതെന്ന് പറയുന്നത് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിന്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഓരോ പറയുന്നുണ്ട് ബിലോ 40 ഇയേഴ്സ്, ബിലോ 40, ഇതൊക്കെ എന്തിനാണ്, നമ്മുടെ എക്സ് സർവീസ് മാനിനുള്ളതാണ് കേട്ടോ. ബാക്കിയൊക്കെ എക്സ് സർവീസ് മാനിനുള്ളതാണ്. എബോ 45 ഇയേഴ്സ്, ഫുള്ളോ ബിലോ 40, 40 to 5 എന്നൊക്കെ പറയുന്നതൊക്കെ ESM എന്ന് പറഞ്ഞാൽ എക്സ് സർവീസ് മാനിനുള്ള കണ്ടീഷനാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ് കേട്ടോ, ഇതാണ്. ഇനി അടുത്ത് അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ്, 1.5 കിലോമീറ്റർ 8 മിനിറ്റ് 26 സെക്കൻഡ് ഉണ്ട് കേട്ടോ. 8 മിനിറ്റ് 26 സെക്കൻഡ് ഉണ്ട്. ക്യാരിങ് എ വെയിറ്റ് 50 കിലോ ആണ്. 50 കിലോ എത്ര മീറ്റർ, 200 മീറ്ററിൽ 3 മിനിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് 3 മിനിറ്റ് 45 സെക്കൻഡ് ഉണ്ട്. അവർക്ക് 100 സെക്കൻഡേ ഉള്ളൂ മെയിൽ കാൻഡിഡേറ്റ്സിന്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, സ്റ്റേജ് 2 ആയിട്ടാണ്. ഇതിൽ ക്വാളിഫൈ ആയവർക്ക് മാത്രമേ റിട്ടൺ എക്സാമിനേഷൻ വരുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് അങ്ങനെയാണെങ്കിൽ സ്റ്റേജ് 1 ഇതിൽ മെറ്റീരിയൽ അസിസ്റ്റന്റിന് എന്താണ്, റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഡയറക്റ്റ് റിട്ടൺ എക്സാമിനേഷൻ ആണ്. നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റിനാണെങ്കിൽ എന്താണ്, ഓപ്പറേറ്റിംഗ് അസിസ്റ്റന്റ് ആണെങ്കിൽ ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി വേണം. കാരണം അതെന്താണ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം 35 വേർഡ്സ് പെർ മിനിറ്റ്. അതായിരിക്കും ഫസ്റ്റ് സ്റ്റേജ്. അപ്പം നിങ്ങൾ ടൈപ്പിംഗ് സ്പീഡിനായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സ്കില്ല് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിട്ടൺ എക്സാമിനേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷാണ്. നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹിന്ദിയിൽ. ഓക്കെ, ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്. ഇനി അടുത്ത് CMD അല്ലെങ്കിൽ OG പോസ്റ്റിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഇതാണ് ആദ്യം ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ആദ്യം നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഹെവി വെഹിക്കിൾസ് ഓടിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. ഇനി ടെലി ഓപ്പറേറ്ററിനും എന്തില്ല, വേറെ ക്വാളിഫയിങ് എക്സാം ഇല്ല, റിട്ടൺ എക്സാം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ സബ്ജക്ട്സുകൾ നിങ്ങൾ നോക്കിയേ. ഈ പറയുന്ന ഇവർക്കൊക്കെ, അതായത് മെറ്റീരിയൽ അസിസ്റ്റന്റ്, ടെലി ഓപ്പറേറ്റർ ഗ്രേഡിനൊക്കെ റിട്ടൺ എക്സാമിനേഷൻ ആണ്. ബാക്കി എല്ലാവർക്കും റിട്ടൺ തന്നെയാണ്. ഏതൊക്കെ സബ്ജക്റ്റാണ്, റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GK, ഇത്രയും സബ്ജക്റ്റ് എല്ലാത്തിലും വരുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ്. വെയിറ്റേജ് ഇങ്ങനെ കൂടി മാറിയൊക്കെ നിൽക്കും കേട്ടോ. അതായത് 2 മണിക്കൂർ സമയമുണ്ട്. 0.25 ആണ് നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴേ 1 മാർക്ക് പോവുകയുള്ളൂ. 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. ഓക്കെ, മൊത്തത്തിൽ 150 ക്വസ്റ്റ്യൻ ചെയ്യാൻ 2 മണിക്കൂർ സമയം നിങ്ങൾക്കുണ്ട്. 2 മണിക്കൂർ സമയം. റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 10ന്റെ ലെവലിൻ്റെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. പിന്നെ ഈ മെറ്റീരിയൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ലെവൽ 5 ആണ്. നമുക്ക് 1 ലക്ഷം അടുപ്പിച്ച് സാലറി ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജനറൽ അവയർനെസ്, ഈ ജനറൽ ഇംഗ്ലീഷൊക്കെ ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കും അവിടെ. ഓക്കെ, ഇതൊക്കെ 10ാം ക്ലാസ് ബേസിസിലുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാവർക്കും സെയിം ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത് ഫയർമാൻ്റെ ഫിസിക്കൽ മെഷർമെൻറ്റും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. എന്തൊക്കെയാണ്, ഹൈറ്റ് വിത്തൗട്ട് ഷൂസ് 165 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഫയർമാനാണ് പിന്നെ അറിയേണ്ട ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 165 നോക്കുന്നുണ്ട്. ചെസ്റ്റ് 81.5, ചെസ്റ്റ് എക്സ്പാൻഡഡ് 85. വെയിറ്റ് മിനിമം എത്ര വേണം, 50 കിലോ എങ്കിലും വേണം കേട്ടോ. 50 കിലോ വെയിറ്റും 165 പൊക്കവും. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ റണ്ണാണ് കേട്ടോ. ഓക്കെ, കാൻഡിഡേറ്റ്സ് അതർ ദാൻ ESMR ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 6 മിനിറ്റ് ആണ്. 6 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൽ കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മാനിനും 6 മിനിറ്റ് കൊണ്ടാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 8 മിനിറ്റ് 26 സെക്കൻഡ് കൊണ്ടാണ് 1.6 1600 മീറ്റർ ഓടേണ്ടത് കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക.
എക്സ് സർവീസ് മാനിന് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 40 വയസ്സുകാർക്ക് 7 മിനിറ്റ്, 45 7 മിനിറ്റ് 48, 45 9 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൃത്യമായി ശ്രദ്ധിക്കുക. ക്യാരിങ് എ പേഴ്സൺ ഓഫ് 63.5 കിലോ ടു എ ഡിസ്റ്റൻസ് ഓഫ് 150 മീറ്റർ വിത്തിൻ 96 സെക്കൻഡ്. ഓക്കെ, ഫയർമാനിന് അത്യാവശ്യം ഫിസിക്കൽ കട്ടിയാണ്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ക്യാരിങ് എ പേഴ്സൺ, ഒരാളെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത്. 63.5 കിലോ ഉള്ള ഒരാളെ എടുത്തുകൊണ്ട് 183 മീറ്റർ 96 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം കേട്ടോ. അതുണ്ട്. പിന്നെ എന്തുണ്ട്, അപ്പോൾ എന്തൊക്കെ ഉണ്ട്? റണ്ണിങ് ഉണ്ട്, ഈ പറയുന്ന ആളിനെ എടുത്തുകൊണ്ട് ഓടുന്നതുണ്ട്, അതുപോലെ 2.7 മീറ്റർ വൈഡ് ഡിച്ച് ലാൻഡിങ് ഓൺ ബോത്ത് ലോങ് ജമ്പ് ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ റോപ്പ്, നമ്മുടെ റോപ്പിൽ കയറുന്ന ടാസ്ക് ഉണ്ടല്ലോ അതുണ്ട്. ലോങ് ജമ്പ് ഉണ്ട്, റോപ്പിൽ കയറുന്നതുണ്ട്, നമ്മുടെ പേഴ്സണെ എടുത്ത് ഓടുന്നതുണ്ട്, റണ്ണിങ് ഉണ്ട്, നോർമൽ റണ്ണിങ് ഉണ്ട്. ഇത്രയും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ആവുകയുള്ളൂ കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവർക്കും ഉണ്ട്, ഫീമെയിൽസ് ആൻഡ് മെയിൽസിനുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ ഇത് കഴിഞ്ഞിട്ടാണ്. ഇനി കാർപ്പൻറ്ററും ജോയിനറും ആണെങ്കിൽ മേക്കിംഗ് ഫർണിച്ചർ, നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്താണ്? നിങ്ങളുടെ അടുത്ത് ഈ ഉണ്ടാക്കാൻ പറയും, മേക്കിംഗ് ഫർണിച്ചർ വിത്ത് പ്രോപ്പർ ഫിനിഷിംഗ് ആൻഡ് വെർബൽ ക്വസ്റ്റ്യനിങ് അബൌട്ട് ഫർണിച്ചർ വുഡിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സ്കിൽ ടെസ്റ്റ്. പെയിൻറ്ററിനാണെങ്കിൽ പെയിൻറ്റിങ് ഓഫ് വുഡൻ ആൻഡ് അയൺ ഐറ്റംസ്, വെർബൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് മിക്സിംഗ് ഓഫ് കളേഴ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും, അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കാണിക്കാൻ പറയും. അത് തന്നെയാണ്. കാർപ്പൻറ്റർ ആണെങ്കിൽ ഫർണിച്ചർ ഉണ്ടാക്കി കാണിക്കാൻ പറയും, ഒരു മെറ്റീരിയൽ തരും, അതിൽ നിന്ന് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറയും ഇത്ര സമയം ലിമിറ്റിലൊക്കെ. അപ്പം അങ്ങനെയാണ് സ്കിൽ ടെസ്റ്റ് നടക്കുന്നത്. അപ്പം അത്യാവശ്യം, കാരണം ആർമിയിൽ എടുക്കുന്നതുകൊണ്ട് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഈ പറയുന്ന www.aocrecruitment.gov.in December 2 കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ഇത് വലിയൊരു പ്രോസസ്സാണ്. നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും പറയുന്നില്ല, ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ PDF നിങ്ങൾക്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക്